എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വളരെ ആഴത്തിൽ അഗാധമായിട്ട് അല്ലെങ്കിൽ വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ ഭ്രാന്തമായിട്ടുള്ള രീതിയിലൊക്കെ സ്നേഹിക്കുമ്പോൾ അവൻ പുറമേ കാണിക്കുന്ന 20 ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂടാനും ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോ തിളക്കമൊക്കെ വർദ്ധിക്കാനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കറുത്ത പാടുകളും മുഖക്കുരുവിൻ്റെ പാടുകളും കലകളും ഒക്കെ പോയിട്ട് ആ കരുവാളിപ്പൊക്കെ പോയിട്ട് മുഖം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാനും ഒക്കെ നിങ്ങൾക്ക് 100% ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ കളർ ഒരിക്കലും മഞ്ഞയല്ല കേട്ടോ, ഒരു ക്രീം കളറാണ് അല്ലെങ്കിൽ ഒരു കാവി കളറാണ്, ഒരു ചന്ദനപ്പൊടിയുടെ കളറൊക്കെയാണ്. അപ്പോൾ വേണ്ടവർ എത്രയും വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഒന്നാമതായിട്ട് നിങ്ങളെ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷൻ എപ്പോഴും നിങ്ങളുടെ ഹെൽത്തിനെക്കുറിച്ചും നിങ്ങളുടെ സേഫ്റ്റിയെക്കുറിച്ചും വളരെയധികം കൺസേൺ കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പനിയൊക്കെ വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, അയ്യോ പനി പോയോ, തലവേദന പോയോ, അല്ലെങ്കിൽ ഞാൻ വരണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തനിച്ച് രാത്രിയിലൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവൻ ചോദിക്കും, അയ്യോ സേഫാണോ, മോള് സേഫാണോ, അല്ലെങ്കിൽ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ കമ്പനിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് ഒരിക്കലും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യുകയല്ല, അല്ലെങ്കിൽ അങ്ങനെ രാത്രി പോകാൻ പാടില്ല, അങ്ങനെയല്ല, മറിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ എപ്പോഴും അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മൾ സേഫ് ആണോ എന്ന് എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ സേഫ്റ്റിയെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചും ഒക്കെ എപ്പോഴും കൺസേൺഡ് ആയിരിക്കും. അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഫുഡ് കഴിക്കാതിരുന്ന ആരോഗ്യം പോകത്തില്ലേ, ഒരു നേരം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചില്ലേ പോലും അവരിങ്ങനെ പറഞ്ഞു തരും, നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ മേൽ അത്രയധികം ശ്രദ്ധയുണ്ടെന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് അവളുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ വാങ്ങിക്കൊടുത്ത് അവളെ സംതൃപ്തിയാക്കാനായിട്ട് നോക്കും, അവളെ ഹാപ്പി ആയിട്ട് ആക്കാനായിട്ട് നോക്കും. അപ്പോൾ അവളുടെ ഹാപ്പിനെസ്സാണ് അവൻ്റെയും ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് അവളുടെ ജീവിത സാഹചര്യങ്ങൾ അവൻ മെച്ചപ്പെടുത്താനായിട്ട് നോക്കും. അപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതൊക്കെ സോൾവ് ചെയ്യാനും മാറ്റിക്കൊടുക്കാനും അവനെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കൊടുത്ത് അവളുടെ ജീവിത നിലവാരം അവൻ മെച്ചപ്പെടുത്തും. അല്ലെങ്കിൽ അവൻ്റെ കൂട്ടത്തിൽ കൂടിയതിന് ശേഷം അവളുടെ ജീവിതം കൂടുതൽ ഉയർച്ചയിലേക്ക് നീങ്ങുന്നത് കാണാം. അങ്ങനെ എല്ലാ രീതിയിലും അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കും, സാമ്പത്തികമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം അവനിങ്ങനെ അവളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ നോക്കുന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അപ്പോൾ താൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്ത് മാത്രം അവൻ വളരെയധികം മൃദുവായ സ്വഭാവം പുറത്തെടുക്കും. അല്ലെങ്കിൽ അവനൊരു പൂച്ചക്കുട്ടിയെ പോലെ ശുദ്ധനായിരിക്കും, പാവമായിരിക്കും. പുറത്തവൻ വളരെയധികം പുലിയായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ അവനൊരു സിംഹമായിരിക്കും, അവൻ ഗർജിക്കുന്ന ഒരു സിംഹം പോലെയാണ്. പക്ഷേ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് അവൻ വളരെയധികം സോഫ്റ്റാണ്, വളരെയധികം റൊമാൻറ്റിക്കാണ്, വളരെയധികം കുട്ടികളെയൊക്കെ അവൻ പുറത്തെടുക്കും. അപ്പോൾ നമുക്ക് പുലിമുരുകനെ തന്നെ കാണാൻ മേലേ. അപ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടർ പുറത്ത് എല്ലാവരുടെയും പേടി സ്വപ്നമാണ്, എല്ലാവരെയും വിറപ്പിച്ച് നിർത്തുന്നു. പക്ഷേ സ്വന്തം ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ ഈ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അഗാധമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ ശബ്ദം പോലും മാറും. ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പോലും അവൻ്റെ ശബ്ദം വളരെ നേർത്തതാവും, അവൻ വളരെ സോഫ്റ്റായിട്ട് ഒരു ഹസ്കി വോയിസിലേക്ക് അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇനി അഞ്ചാമതായിട്ട് അവളുടെ കൊച്ചു കൊച്ചു നേട്ടങ്ങളെയും വിജയങ്ങളെയും ഒക്കെ അവൻ ആഘോഷമാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവളോട് അവന് ഒരു രീതിയിലുള്ള അസൂയ ഉണ്ടാകത്തില്ല. അവൾ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ കരസ്ഥമാക്കുമ്പോൾ അത് അവൻ്റെയും കൂടെ വിജയമായിട്ട് അവൻ കണക്കാക്കും. അപ്പോൾ അതൊക്കെ അവൻ സെലിബ്രേറ്റ് ചെയ്യും, ആ രീതിയിൽ അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇനി ആറാമതായിട്ട് ജീവിതത്തിൽ അവൾക്ക് എല്ലാവരെ കഴിഞ്ഞ് മുൻഗണന കൊടുക്കും, ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പം കൂട്ടുകാരെ കഴിഞ്ഞും അല്ലെങ്കിൽ നാട്ടുകാരെ കഴിഞ്ഞും വീട്ടുകാരെ കഴിഞ്ഞും ഒക്കെ ആ പരിഗണന എപ്പോഴും കൊടുക്കുന്നത് അവൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്കായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ഭാര്യയ്ക്കായിരിക്കും. അപ്പോൾ ചിലവരൊക്കെ ഉണ്ട്, ഇപ്പോൾ നാട്ടിൽ കുറേ കാലം കൂടി വിദേശത്ത് നിന്ന് ലീവിനൊക്കെ വരുന്നു. അപ്പോൾ കൂട്ടുകാരെ കാണാൻ സമയമുണ്ട്, വീട്ടുകാരെ എല്ലാവരും കാണാൻ സമയമുണ്ട്, പക്ഷേ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞു പറയുമോ, എൻ്റെ അടുത്ത് ഒന്നും ആയോ എന്ന് പറയുമ്പോൾ പോലും അവൻ ഒരു നോക്ക് പോലും ആ പെൺകുട്ടിയെ കാണാതെ തിരിച്ചു പോകുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ആത്മാർത്ഥമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷൻ എപ്പോഴും താൻ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്കായിരിക്കും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കായിരിക്കും എപ്പോഴും ഒരു മുൻഗണന കൊടുക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വരുന്നുള്ളൂ. ഇനി ഏഴാമായിട്ട് അവളെ പ്രശംസ കൊണ്ട് മൂടും എന്നുള്ളതാണ്. എന്തിലും ഏതിലും അവൾക്കിങ്ങനെ പ്രശംസ കൊടുക്കും. ഇപ്പോൾ അവളുടെ അപ്പിയറൻസിനെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവളുടെ ടാലൻസുകളെ കുറിച്ച് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും അവൻ അവളെ അഭിനന്ദിക്കും, പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോത്സാഹനം കൊണ്ട്, അഭിനന്ദനം കൊണ്ട്, പ്രശംസ കൊണ്ട് അവളെ മൂടും. അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ അവളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ കണ്ണിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും സുന്ദരിയും ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും അമൂല്യവും ഒക്കെ ആ ഒരു പെൺകുട്ടി തന്നെയായിരിക്കും. ആ രീതിയിൽ അവളെ അത്ര സ്പെഷ്യലായിട്ട് കണ്ടായിരിക്കും അവൻ ട്രീറ്റ് ചെയ്യുന്ന അവളുടെ അടുത്ത് പെരുമാറുന്നത്. ഇനി എട്ടാമായിട്ട് അവൾ പറയുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും
ഏറ്റവും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വെറുതെ കേൾക്കുമെന്ന് മാത്രമല്ല, അവളെ വെറുതെ ജഡ്ജ് ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ അവൾ പറയുന്നതിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ കേട്ടിരിക്കുകയും അവൾക്ക് ആവശ്യമായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് എപ്പോഴും കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി 9ായിട്ട് അവൾക്ക് കൂടെ സർപ്രൈസിങ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി കാശ് ചെലവഴിക്കാനൊന്നും അവന് യാതൊരു മടിയും ഉണ്ടാവത്തില്ല, അതിലവൻ യാതൊരു പിശുക്കും കാണിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു. കാരണം സ്വന്തം ഒരുപാട് അടുത്ത കൂട്ടുകാരന് പോലും അവൻ ആ കൂട്ടുകാരന് വേണ്ടി പോലും കാശ് ചെലവഴിക്കാത്തവനായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി വളരെ ലാവിഷായിട്ട് തന്നെ അവൻ ചിലപ്പോൾ കാശ് ചെലവഴിക്കും, നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരൂ എന്നുള്ളതാണ്. അതൊക്കെ അവൻ്റെ ആ ഒരു ആഴത്തിലുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. ഈ 10ാമായിട്ട് ഈ പെൺകുട്ടി പറയുന്ന അവളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ ഇവൻ അംഗീകരിക്കും, ബഹുമാനിക്കും, അതൊക്കെ പാലിക്കുകയും ചെയ്യും. ഇപ്പോൾ അവൻ്റെ വീട്ടുകാർ പോലും പറഞ്ഞാൽ കേൾക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അവൻ ഈ പെൺകുട്ടി പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ അവനോട് ആ പെൺകുട്ടി പറയുകയാണ്, ഏട്ടാ നിൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ വെച്ചാൽ ശരിയാവത്തില്ല, അപ്പോൾ നീ ഇന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞാൽ അവൻ ഉടനെ അത് ചെയ്യും. അല്ലെ അവൻ്റെ ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, ഇന്ന ഡ്രസ്സ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന കളറൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയുന്ന ആ ഒരു ഡിസൈനിലും കളറിലും ഒക്കെ ഉള്ള ഒരു ഷർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേഷവിധാനം പോലും അവൻ അംഗീകരിക്കും. അല്ലെ അങ്ങനെ എന്ത് കാര്യത്തിൽ സജഷൻ പറഞ്ഞാലോ അഭിപ്രായം പറഞ്ഞാലോ ആ പെൺകുട്ടി പറയുന്നതൊക്കെ അവൻ കേൾക്കാൻ തയ്യാറാവും, അതനുസരിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. ഇനി 11ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഈ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് അവനൊരു വഴക്കുണ്ടാക്കത്തില്ല, അല്ലെ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിൽ ഒരു വഴക്ക് അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആ പെൺകുട്ടി എന്തെങ്കിലും പിണക്കം കാണിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുകയോ ഒക്കെ ചെയ്താൽ അവൻ ആ പെൺകുട്ടിയെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത്ര മനസ്സിലാക്കും. അവൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വഴക്കും അവിടെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യമൊക്കെ അവൻ തന്നെ ഒഴിവാക്കും. പിന്നെ അവളെ വെറുതെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അവൻ വളരെയധികം സ്നേഹം മാത്രമായിരിക്കും കൊടുക്കുന്നത്, വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പോൾ അവൻ്റെ കൂട്ടത്തിൽ എത്ര ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വഴക്ക് കൂടാൻ നോക്കിയാൽ പോലും ഇങ്ങനെയുള്ള വഴക്കുകളൊന്നും അവിടെ ഉണ്ടാവത്തില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നത് അവനായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാലും ഈ പുരുഷനത് പെട്ടെന്ന് തന്നെ മറക്കും, ക്ഷമിക്കും. ഇപ്പോൾ അവളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, പക്ഷേ അവൻ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ ഓക്കെയാണ്. അവൻ ആ ഒരു സെക്കൻഡ് ചിലപ്പോൾ ഒരു ചെറിയ പിണക്കം കാണിച്ചാൽ പോലും, പിണക്കം കാണിക്കത്തില്ല, ഇനി കാണിച്ചാൽ പോലും അടുത്ത സെക്കൻഡിൽ അവനത് ഓക്കെ ആവും, നോർമലാവും, നിങ്ങളെ പഴയ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. പക്ഷേ പെൺകുട്ടികൾ പലപ്പോഴും അങ്ങനെ ചെറിയൊരു കാര്യത്തിന് പിണങ്ങിയാൽ പോലും ചിലപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ മിണ്ടാതിരിക്കുന്നവർ ഉണ്ട്. പക്ഷേ പുരുഷൻ അങ്ങനെയല്ല, അവൻ്റെ ഭാഗത്തുനിന്ന് അവളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നാൽ അത് പെട്ടെന്ന് തന്നെ ക്ഷമിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും. കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്ന പുരുഷൻ്റെ ലക്ഷണമാണ്. ഇനി 12ാമായിട്ട് അവളെ കൂടെ കാണാൻ ആഗ്രഹിക്കും, അല്ലെ അവളുടെ കൂട്ടത്തിൽ സമയം സ്പെൻഡ് ചെയ്താൽ ആ സമയം പോകുന്ന പോലും അവൻ അറിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അവളെ ഓർത്തായിരിക്കും അവൻ കിടക്കണേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും അവളെ ഓർത്ത് തന്നെയായിരിക്കും അവൻ എണീക്കുന്നത്. അപ്പോൾ ആ കാര്യം അവൻ അവളോട് പറയുകയും ചെയ്യും, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവളാണ് മനസ്സിൽ, അല്ലെ കണ്ണടച്ചാലും നീ, കണ്ണ് തുറന്നാലും നീ, ഉറങ്ങിയാലും നീ എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും അങ്ങനെ ഭ്രാന്തമായി വളരെ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷൻ. ഇനി 13ാമായിട്ട് അവൻ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുക. അതായത് എന്ത് കാര്യം പറഞ്ഞാലും ആ പെൺകുട്ടിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും. നമ്മൾ എന്നുള്ളൊരു പദമായിരിക്കും അവൻ കൂടുതൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഞാൻ, എനിക്ക്, അങ്ങനെയുള്ള പദങ്ങൾ അവൻ അധികം ഉപയോഗിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ്റെ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ എപ്പോഴും പറയും നമ്മുടെ വീട്. അപ്പോൾ ആ പെൺകുട്ടിയോട് പറയുമ്പോൾ പറയും നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിശേഷമുണ്ട്, അങ്ങനെയായിരിക്കും അവൻ സംസാരിക്കുക. കാരണം അത് ആ പെൺകുട്ടിയുടെയും കൂടെ വീടാണ്, തൻ്റെ വീട് തൻ്റെ മാത്രമല്ല ആ പെൺകുട്ടിയുടെയും കൂടെ ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവൻ സംസാരിക്കുക. ഇനി 14ാമായിട്ട് അവളുടെ ഏത് ആവശ്യങ്ങളിലും അവൻ ഓടിയെത്തി സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവൾ പ്രത്യേകിച്ച് ചോദിക്കുകയൊന്നും വേണ്ട, അവൻ അവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് സഹായിക്കാനും യാതൊരുവിധ മടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി 15ാമായിട്ട് അവൾക്ക് വേണ്ടി അവൻ എന്ത് റിസ്ക്കും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവും, അതുപോലെ തന്നെ എന്ത് ത്യാഗവും അവൻ ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്നേഹത്തിൽ ഏറ്റവും വേണ്ടത് ത്യാഗമാണ്. അപ്പോൾ അതുതന്നെയാണ് ഒറിജിനൽ സ്നേഹത്തെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചിലർക്ക് ത്യാഗം സഹിക്കാൻ വളരെ മടിയാണ്, ഒരു ചെറിയ ത്യാഗം പോലും അവരെ ഏറ്റെടുക്കത്തില്ല. അതായത് സ്വന്തം ഇമേജിനെ, ഇപ്പോൾ ഈ ഒരു സ്നേഹബന്ധം തൻ്റെ ഇമേജിന് ചെറിയൊരു കളങ്കം വരുത്തുമെന്ന് കാണുമ്പോൾ പോലും ഈ ഒരു പെൺകുട്ടിയെ കൈയൊഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോകുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പുരുഷൻ ഏത് സാഹചര്യത്തിലും അവളെ ചേർത്ത് നിർത്തും, ഒരിക്കലും അവളെ കൈയൊഴിയത്തില്ല, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്ത് ത്യാഗം എടുക്കും, ഏതറ്റം വരെ പോകും, എന്ത് റിസ്ക്കും അവൾക്ക് വേണ്ടി ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇനി 16ാമായിട്ട് അവൻ സ്വന്തം വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും ഒക്കെ ആ പെൺകുട്ടിയോട് പറയും, അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ തന്നെ തനിക്കുള്ള അടുത്ത സുഹൃത്തുക്കളെയൊക്കെ അവൻ നേരിട്ട് പരിചയപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും അവരുടെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന ഫ്രണ്ട്സുകൾ എനിക്കുണ്ട് എന്നൊക്കെയുള്ള രീതിയിലും അവളോട് പറയും. അപ്പോൾ അങ്ങനെ അവളെ തൻ്റെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവൻ കണക്കാക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ ഫാമിലിയിലുള്ള ഒരു അംഗമായിട്ട് തന്നെ അവളെ കാണുന്നതുകൊണ്ട് തൻ്റെ ഫാമിലി
ഫാമിലിയിലുള്ളവർക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കാനും ശ്രമിക്കും എന്നുള്ളതാണ്. ഇനി 17-ാമായിട്ട് അവളുമായിട്ട് ഒരിക്കലും അവനൊരു ഈഗോ ക്ലാഷ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ചില മേഖലകളിൽ അവനെ കഴിഞ്ഞും കൂടുതൽ അറിവുള്ള അവക്കായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരും ഓരോ മേഖലകളിൽ എക്സ്പെർട്ടാണല്ലോ. അപ്പോൾ ആ പെൺകുട്ടി അവളുടേതായിട്ടുള്ള ചില മേഖലകളിൽ എക്സ്പെർട്ടായിരിക്കും. പിന്നെ അത് അറിയത്തുണ്ടാവില്ല. അപ്പോൾ ചില പുരുഷന്മാർ അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അല്ല, എനിക്കാണ് അറിവ് കൂടുതൽ എന്നുള്ള രീതിയിൽ അവളെന്തെങ്കിലും പറയുമ്പോൾ അവളെ അടിച്ചു വരുത്തുന്ന രീതിയിലൊക്കെ പറയും. പക്ഷേ ശരിക്കും ഒരു പെൺകുട്ടിയെ അഡിക്റ്റഡായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷൻ അത് വളരെ വിനയത്തോടെ, അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവൻ വളരെ വിനയത്തോടെ കേട്ടിരിക്കും. അതവൻ സമ്മതിക്കും, ശരിയാണ്, നീ പറയണതാണ് ശരി, അല്ലെങ്കിൽ നിനക്കതിലുള്ള അറിവുണ്ട്. അപ്പോൾ അവളുടെ അറിവിനെ അവൻ അംഗീകരിക്കും. അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഒരു ഈഗോ ക്ലാഷ് അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അവൾക്കാണ് ഒരു കാര്യത്തിൽ കൂടുതൽ അറിവെങ്കിൽ അതവൻ അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതിലവളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവളുടെ കഴിവുകളെ അവൻ പ്രോത്സാഹിപ്പിക്കും, കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. ആ കഴിവുകളെയൊക്കെ വളരാനും അവൻ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. ഇനി 18-ാമായിട്ട് യാതൊരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ ഒരു ദിവസം പോലും മുടക്കത്തില്ല എന്നുള്ളതാണ്. ആരോഗ്യകരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് എപ്പോഴും ഒരു ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ വിളിക്കാതിരുന്നാൽ പോലും ആ ഒരു ബന്ധത്തിൽ പല നഷ്ടങ്ങളും സംഭവിക്കും. അപ്പോൾ അത്ര എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ ദിവസവും ആ പെൺകുട്ടിയെ അവൻ വിളിച്ചിരിക്കും. വിളിക്കാതെ അവൻ ഉറങ്ങാൻ പറ്റത്തില്ല. അവൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കും. നിങ്ങളെ വിളിക്കുന്നില്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും ഒക്കെ ശേഷം വല്ലപ്പോഴുമാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന് ആ പെൺകുട്ടിയെ ഒരു ദിവസം പോലും വിളിക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവനത് ചിലപ്പോൾ മണിക്കൂറുകളോളം സംസാരിക്കും. അപ്പോൾ അവൻ ഇല്ലാത്ത സമയമാണെങ്കിലും ഉണ്ടാക്കി സംസാരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന അവൻ നിങ്ങളെ അഡിക്റ്റഡ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവനിങ്ങനെ കൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല, നിങ്ങളെ ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല എങ്കിലാണ് നിങ്ങൾ പേടിക്കേണ്ടത്. അപ്പോൾ അവന് നിങ്ങളോട് ശരിക്കുമുള്ള സ്നേഹം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ ഇനി 19-ാമായിട്ട് അവൻ്റെ ഭാവി കാര്യങ്ങളിൽ അവൻ ആ ഒരു പെൺകുട്ടിയെ എപ്പോഴും ഉൾപ്പെടുത്തും. അപ്പോൾ അവളും ഒരുമിച്ചുള്ള ഭാവിയായിരിക്കും എപ്പോഴും അവൻ സ്വപ്നം കാണുന്നതും. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഭാവിയെക്കുറിച്ച് ഞാനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ഭാവിയെക്കുറിച്ചായിരിക്കും അവൻ എപ്പോഴും ആ ഒരു പെൺകുട്ടിയോട് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ആ ഒരു ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ജീവിതം ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അവർ സംസാരിക്കുക. എപ്പോഴും ആ ഒരു പാർട്ട്ണറെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അല്ലാതെ അവൻ തന്നെ ഉള്ള ഭാവിയെക്കുറിച്ച് അവൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ അവനും അവളും ഒരുമിച്ചുള്ള ഒരു ഭാവിയെക്കുറിച്ചായിരിക്കും അവൻ എപ്പോഴും സംസാരിക്കുക. ഇനി 20-ാമതായിട്ട് അവളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം ഏറ്റവും ആദ്യമേ വിഷ് ചെയ്യുന്നത് ഇവനായിരിക്കും. ഇപ്പോൾ അവളുടെ ഒരു ബർത്ത്ഡേ വരുന്നു. അപ്പോൾ 12 മണിക്ക് തന്നെ ഉറങ്ങാതെ നോക്കിയിരുന്ന് ഈ രാത്രി 12 മണിയാകുമ്പോൾ ഇവൻ ബർത്ത്ഡേ വിഷസ് അയക്കും, അല്ലെങ്കിൽ അവളെ വിളിച്ച് വിഷ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ വിഷ് ചെയ്യുകയും സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവളെ സംബന്ധിച്ച് അത് മാത്രമല്ല, എന്ത് പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടെങ്കിലും ഇവനായിരിക്കും ആദ്യമേ ഓർത്തിരിക്കുന്നതും ആദ്യമേ വിഷ് ചെയ്യുന്നതും, അല്ലെങ്കിൽ അവൾ മറന്നുപോയപ്പോൾ അവൻ അങ്ങോട്ട് ഓർപ്പിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു അവളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവൻ എല്ലാ ഡീറ്റെയിൽസും ഓർത്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാർ സാധാരണ അങ്ങനെ മറ്റുള്ളവരുടെ ഡീറ്റെയിൽസോ അവൻ്റെ തന്നെ ബർത്ത്ഡേ പോലും ഓർക്കണമെന്നില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസങ്ങളും കാര്യങ്ങളും ഒക്കെ അവൻ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ നിങ്ങളെ അത്രയ്ക്ക് അഡിക്റ്റഡ് ആയിട്ട്, അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്.